ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. 4 മണി ചായക്കൊപ്പവും അതുപോലെ നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂസും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മുടെ തേങ്ങ ഫില്ലിങ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. പിന്നീട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് വിട്ടു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. 2 സൈഡും വിട്ടു പോകരുത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം അത്രത്തോളം നിറയ്ക്കുക കേട്ടോ. അത് പൊട്ടിപ്പോകരുത്, അത്രയേ ഉള്ളൂ. ഫില്ലിങ് കൂടുതലുള്ളത് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് ആയിട്ടുള്ളത്. നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാതും തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ കവർ ചെയ്യേണ്ട, ആ ഒരു തേങ്ങയുടെ ആ ഒരു കൂട്ട് വന്ന ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങ പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പഴവും ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട കാര്യമില്ല, കുറച്ച് എണ്ണ മതി കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് എണ്ണ ആക്കി കൊടുക്കാം. കാരണം അത് നമ്മൾ മറിച്ചിടുമ്പോൾ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു മൈദ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മറിച്ചിട്ടപ്പോൾ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പരന്ന സൈസ് ഒരു സ്പാച്ചിലേക്ക് ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വശം കൂടെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയാണിത്. ഇനിയിത് സെർവ് ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ 1:15 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:15 ആകുമ്പോഴത്തേനും നമ്മുടെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.